PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LPUP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ മാരത്തോൺ വീഡിയോ പോലെ ഇത് 4ാമത്തെ ക്ലാസ്സാണ് LPUP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് LPUP ഇൻ്റർവ്യൂ ഉള്ള ഒരാളാണ് കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്ത് പോരുക കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് ഈ എല്ലാ വിവരങ്ങളും ഇൻഫർമേഷൻസ് LPUP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമുക്ക് LPUP ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സും അവൈലബിൾ ആണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെയോ നമ്പറിലോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ 1968 വന്നിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശ അടിസ്ഥാനമാക്കി 1968 ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയം. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശ അടിസ്ഥാനമാക്കി 1968 ദേശീയ വിദ്യാഭ്യാസ നയമാണേത്. ഈ ഒരു നയത്തിൽ പ്രധാനപ്പെട്ട ഏത് കമ്മീഷൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം വന്നിട്ടുള്ളത്? കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ നയത്തിൻ്റെ പ്രത്യേകത ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു എന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു നയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചൂണ്ടിക്കാണിക്കുന്നത്? ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഈ ഒരു കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. രാജ്യമാകനം 10+2+3 രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ നയം കാരണം 10+2+3 എന്ന ഒരു പാഠ്യപദ്ധതി കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം, പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും, ശാസ്ത്ര വിദ്യാഭ്യാസത്തിന് വികസന, സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം, അധ്യാപകരുടെ ഉന്നമനം, കായിക സൗകര്യം വർദ്ധിപ്പിക്കൽ, ത്രിഭാഷാ പാഠ്യപദ്ധതി വ്യാപനം എന്നിവയെ മുൻഗണന നൽകിയ വിദ്യാഭ്യാസ നയമാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വിദ്യാഭ്യാസ നയത്തിന് മറ്റൊരു പ്രത്യേകത? ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം, പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും, ശാസ്ത്ര പഠനത്തിന്റെ വികസനം, സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം, അധ്യാപകരുടെ ഉന്നമനം, കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ത്രിഭാഷാ പാഠ്യപദ്ധതി വ്യാപനം എന്നിവയ്ക്ക് മുൻഗണന നൽകിയ വിദ്യാഭ്യാസ നയമാണേത്? 1968 ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. അപ്പോൾ 10+2+3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയമാണേത്? 1968 ദേശീയ വിദ്യാഭ്യാസ നയം. അതുപോലെ തന്നെ ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയം സൗകര്യം ഏർപ്പെടുത്താൻ ഈ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ട് സാധിക്കുകയുണ്ടായി. ഇനി അടുത്തതാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. അപ്പോൾ നമ്മൾ 1968 വിദ്യാഭ്യാസ നയം നോക്കി. ഇനി 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നോക്കാം. ബിരുദപൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര ബിരുദം പഠനത്തിന് ഗവേഷണത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയം. ബിരുദപൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര ബിരുദ പഠനത്തിന് ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. 10+2+3 എന്ന വിദ്യാഭ്യാസ ഘടന രാജ്യമൊട്ടാകെ പൊതുവായി അംഗീകരിച്ച വിദ്യാഭ്യാസ നയം. അപ്പോൾ 10+2+3 എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അത് 1967 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ആ സമയത്ത് രാജ്യമൊട്ടാകെ 10+2+3 എന്ന ഈ ഒരു സംവിധാനം രാജ്യമൊട്ടാകെ അംഗീകരിക്കപ്പെട്ടത് ഏത് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടാണ്? 1986 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യത്തെ 10 വർഷത്തെ 5+3+2 എന്ന തരംതിരിക്കുന്ന നിർദ്ദേശ വിദ്യാഭ്യാസ നയം. ആദ്യത്തെ 10 വർഷത്തെ 5+3+2 എന്ന് തരംതിരിക്കുന്ന നിർദ്ദേശ വിദ്യാഭ്യാസ നയമാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് 1986 സ്വതന്ത്ര ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? 1986. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ രണ്ടും ഏത് തന്നെയാണ്? 1986 തന്നെയാണ്. ഇനി 8 വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ 5 വർഷം ലോവർ പ്രൈമറിയും അതുപോലെ തന്നെ 3 വർഷം അപ്പർ പ്രൈമറിയും അതിനുശേഷം 2 വർഷം സെക്കൻഡറി വിദ്യാഭ്യാസവും +2 കാലഘട്ടം
ഇവ വിദ്യാഭ്യാസത്തിന് ശേഷം 3 വർഷത്തെ സർവകലാശാല വിദ്യാഭ്യാസം എന്നിവ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ്. അപ്പോൾ 8 വർഷത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് 5 വർഷം ലോവർ പ്രൈമറിയും 3 വർഷം അപ്പർ പ്രൈമറിയും അതിനുശേഷം 2 വർഷം എന്താണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും +2 കാലഘട്ടം ഹയർ സെക്കൻഡറി ഇവ സ്കൂളുകളിൽ തന്നെ ആവണം. ഇത്രയും കാര്യങ്ങൾ എന്താണ് സ്കൂളുകളിൽ തന്നെ ആവണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. സ്കൂൾ തല വിദ്യാഭ്യാസത്തിന് ശേഷം 3 വർഷത്തെ സർവകലാശാല വിദ്യാഭ്യാസം എന്നിവ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണേത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. ഇനി അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക നിർദ്ദേശ വിദ്യാഭ്യാസ നയം. അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക നിർദ്ദേശ വിദ്യാഭ്യാസ നയമാണ് ഏത് ഈ ഒരു 1986 ദേശീയ വിദ്യാഭ്യാസ നയം. അതുപോലെ 1978 മുതൽ ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചു. അപ്പോൾ 1978 മുതൽ എന്താ ആരംഭിച്ചു? ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടിയൊക്കെ ആരംഭിക്കുകയുണ്ടായി. പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്ന് വേർപെടുത്താൻ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം. പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്ന് വേർപെടുത്താൻ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം കൂടിയാണ് ഏത് ഈ ഒരു പുതിയ വിദ്യാഭ്യാസ നയം 1986 വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. ഇനി ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005 നോക്കാം. വിദ്യാഭ്യാസ അവകാശ നിയമം വന്ന വർഷം ഏതാണ്? 2009 വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് പ്രത്യേകം പ്രാധാന്യമറങ്ങുന്ന കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നതിന്റെ പരിഷ്കാരമാണ് 25 നടന്നത്. ഇതിലേക്ക് പ്രൊഫസർ ആർ പാലിന്റെയും നേതൃത്വത്തിൽ SCERT NCERT തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ഈ ഒരു കമ്മിറ്റി ദേശീയ അവകാശ നിയമം എന്നാണ് വന്നത് 2009. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത് 2009. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി അപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് NCERT പ്രത്യേക പ്രാധാന്യം നൽകുന്നു. അപ്പോൾ എന്താണ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് NCERTക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നു. കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നതിന്റെ പരിഷ്കരണമാണ് 2005 നടന്നത്. ഇതിലേക്ക് പ്രൊഫസർ യശ്പാലിന്റെ നേതൃത്വത്തിൽ NCERT ഒരു ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് NCERT ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയുണ്ടായി. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ നിർമ്മാണത്തിന്റെ പൂർണ്ണ ചുമതല ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കായിരുന്നു. 21 ദേശീയ ഫോക്കസ് ഗ്രൂപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റിക്ക് സഹായകരമായി ഉണ്ടായിരുന്നു. അവ പ്രധാനമായും ശ്രദ്ധിച്ചിരുന്ന മേഖലകൾ എന്ന് പറയുന്നത് 3 മേഖലകൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരുന്നു. ഒന്ന് പാഠ്യപദ്ധതി പരിഷ്കരണ മേഖലകൾ, ക്രമമായ പരിഷ്കരണം, ദേശീയ അഭിരുചി എന്നതിനൊക്കെ എന്ത് കൊടുത്തിരുന്നു? ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. നോക്കാൻ പോകുന്നത് ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒന്ന്, പഠിതാവിന്റെ വികസനം, പഠനം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അപ്പോൾ പഠിതാവിന്റെ വികസനവും പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അറിവ് നിർമ്മാണത്തിനും സന്മാർഗതയ്ക്കും ഒരു അവസരം നൽകണം. അപ്പോൾ അറിവുണ്ടാകുന്നതിനും ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉത്തേജിപ്പിച്ച് കൊണ്ടുവരുന്നതിനും ഒരു അവസരങ്ങൾ നൽകണം. നിർമ്മാണം, കണ്ടെത്തൽ, അപഗ്രന്ഥനം, വിമർശനാത്മക ശേഷി എന്നിവ വളർത്തണം. ബോധന മാധ്യമം മാതൃഭാഷയായിരിക്കണം. ഇന്ത്യയുടെ ബഹുഭാഷ സ്വഭാവത്തെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പത്തായി ഉപയോഗിക്കണം. ഘടനാപരമായും പരിഷ്കരണങ്ങളുടെ ലക്ഷ്യം വിദ്യാഭ്യാസ ഗുണമേന്മയായിരിക്കണം. വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ നവീകരണത്തിന് സാമൂഹിക പങ്കാളിത്തം ഉറപ്പ് നൽകണം. എന്നിവയ്ക്ക് എന്താണ് NCFന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളായിരുന്നു. ഇനി എന്താണ് ഈ പാഠ്യപദ്ധതി രൂപീകരിച്ച NCERT 2005 നിർദ്ദേശങ്ങൾ 5 നിയമതത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. ഒന്ന്, അറിവിന് സ്കൂളുകളിൽ പുറത്തുള്ള ജീവിതം ബന്ധപ്പെടുത്തുക. കാണാപ്പാഠം പഠിക്കുന്ന രീതി ഒഴിവാക്കുക. പാഠപുസ്തകങ്ങൾക്ക് പുറത്തേക്ക് പാഠ്യപദ്ധതികളെ വികസിപ്പിക്കുക. പരീക്ഷകൾ കൂടുതൽ അയവുള്ളതാക്കുകയും ക്ലാസ് മുറിയിൽ പഠനാനുഭവങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക. രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രീയത്തിലും പരസ്പരം താല്പര്യം എടുക്കുന്നതിനും വ്യക്തി വ്യത്യാസങ്ങൾക്ക് അതീതമായി സമത്വം ഉറപ്പാക്കുന്ന ജീവിതം ഉണ്ടാകുന്നതിനൊക്കെ അവർക്ക് മുൻഗണന നൽകുക എന്നൊക്കെ എന്തിനാണ് NCFന്റെ പ്രധാനപ്പെട്ട നിയമതത്വങ്ങളിൽ പെടുന്നവയായിരുന്നു. അപ്പോൾ NCF ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. എല്ലാം വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്കുള്ള ഓരോരോ കാര്യങ്ങളായിരുന്നു ഈ ഒരു കമ്മിറ്റി ഈ ചട്ടക്കൂടിൽ പ്രധാനമായിട്ട് 2005 നിർദ്ദേശിച്ചിരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം വന്ന ഏത് വർഷമാണ് അതും കൂടി ഓർത്തിരിക്കണേ. 2005 വിദ്യാഭ്യാസ അവകാശ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നത്. ഇനി അടുത്തതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 കേട്ടോ. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ സുപ്രധാന നാഴികക്കല്ലായിട്ട് കണക്കാക്കപ്പെടുന്ന ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം 2009. സാർവത്രികവും പ്രാഥമികവുമായ വിദ്യാഭ്യാസം നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യൻ റിപ്പബ്ലിക് പാർലമെന്റിന്റെ 2 സഭകളും പാസാക്കിയ വിദ്യാഭ്യാസ ബില്ലാണ് ഈ ഒരു വിദ്യാഭ്യാസ അവകാശ നിയമമായിട്ട് മാറിയത്. ഏത് വർഷമാണ്? 2009. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയത്
അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2009 ഓഗസ്റ്റ് 26 അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്താണ്? 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2009 ഓഗസ്റ്റ് 26 ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം 2009 കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം എന്താണ് വ്യവസ്ഥ ചെയ്യുന്നു. വിദ്യാലയ പ്രവേശനം യാതൊരു വിധത്തിലുള്ള തലപിരിപ്പണവും പാടില്ല. എന്താണ്? ഒരു കുട്ടികളുടെ കയ്യിൽ നിന്നും പ്രവേശന സമയത്ത് പണയൊന്നും കാശൊന്നും മേടിക്കാൻ പാടില്ല. പഠനബോധ രീതി പ്രവർത്തനാധിഷ്ഠിതവും ശിശു കേന്ദ്രീകൃതവും പ്രക്രിയ ബന്ധവുമായിരിക്കണം. എന്താണ്? ബോധന രീതി എങ്ങനെയായിരിക്കണം? പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം, ശിശു കേന്ദ്രീകൃതമായിരിക്കണം, പ്രക്രിയ ബന്ധിതവുമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ വിദ്യാഭ്യാസത്തിന് ഓരോ സമയത്തും ഓരോ പരിഷ്കരണങ്ങൾ വേണമെന്ന് ഇത് നിർദ്ദേശിക്കുന്നുണ്ട്. അധ്യാപക വിദ്യാഭ്യാസത്തിന് ഓരോ സമയത്തും കാലത്തിനനുസരിച്ച് അതിൻ്റെതായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരണം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുമുമ്പ് ഈ ഒരു അധ്യാപക വിദ്യാഭ്യാസത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം നമ്മൾ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണം. സ്കൂളുകളിലെ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അധ്യാപക പാഠ്യപദ്ധതിയിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അധ്യാപക വിദ്യാഭ്യാസത്തിന് സിലബസ്, പ്രത്യേക സിലബസ്, കോഴ്സിന്റെ രൂപരേഖ എന്നിവയൊക്കെ തയ്യാറാക്കണം. അഭിരുചിയുള്ളവരെ അധ്യാപക പരിശീലനം തയ്യാറെടുക്കുന്നതിനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കണം. എലമെന്ററി അധ്യാപക പരിശീലനത്തിന് 4 വർഷത്തെ ഇന്റഗ്രേറ്റ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റികൾ തെരഞ്ഞെടുത്ത ഡയറ്റുകളിൽ ആരംഭിക്കണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ഒരു ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ഒന്ന്, കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത്. എന്താണ്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 അംഗീകാരം ലഭിക്കുന്നത് 2020 ജൂലൈ 29 സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ കെ കസ്തൂരി രംഗനാണ്. അപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ കെ കസ്തൂരി രംഗനാണ്. ഈ ഡോക്ടർ കെ കസ്തൂരി രംഗൻ മുന്നോട്ട് വെച്ച ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ മാതൃക എന്ന് പറയുന്നത് 5+3+3+4 ആണ്. എന്താണ്? 5+3+3+4 ആണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കാര്യങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 1-2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഒന്ന്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് ഏത് വർഷമാണ്? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു 1986 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടാകുന്നത്. പിന്നൊരു ചോദ്യമാണ്, അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണ്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവ വിശദമാക്കുന്ന രേഖ ഏതാണ്? ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2009 ആണ്. ഇനി രാജ്യത്തെ 10+2 എന്ന സ്കൂൾ ഘടനയ്ക്ക് പകരമായി 5+3+3+4 എന്ന ഘടന പരിഷ്കരിച്ച് നിർദ്ദേശിച്ചത് എപ്പോഴാണെന്ന്? ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 അല്ലേ? നമ്മൾ കുറച്ചു നേരം മുമ്പ് പറഞ്ഞിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം 2020 5+3+3+4 എന്ന വിദ്യാഭ്യാസ നയമാണ് എന്നിട്ടുള്ളൊരു മാതൃകയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് 2010 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്നത്.